ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. വേറൊന്നല്ല, നമ്മൾ പറയാറുണ്ട് ഈ ലുക്ക് അറ്റ്, ലുക്ക് ഫോർ എന്നുള്ളത് അല്ലെ. ലുക്ക് അറ്റ് നോക്കുക, ലുക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോക്കുക അല്ലെങ്കിൽ അന്വേഷിക്കുക അല്ലെങ്കിൽ തിരയുക എന്നുള്ളത് തന്നെയാണ്. രണ്ടും രണ്ട് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഓക്കെ, നമുക്ക് ഈ ലുക്ക് അറ്റും ലുക്ക് ഫോറും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാട്ടോ. അതിനു മുമ്പ് ഞാൻ ഇതിന്റെ ഒരു ഡിഫറൻസ് പറഞ്ഞു തരാം. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക എന്നാണല്ലോ. ഈ നോക്കുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ എന്തോ അല്ലെങ്കിൽ ആരോ സംഭവം നമ്മൾ നോക്കുകയാണ്, സംവൺ അല്ലെങ്കിൽ സംതിങ്, എന്തോ അല്ലെങ്കിൽ ആരോ, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ലുക്ക് അറ്റ് എന്ന് യൂസ് ചെയ്യാം. സെന്റൻസ് പറയുമ്പോൾ മനസ്സിലാവും. എന്നാല് നമ്മള് ഒരു കാര്യം തിരയാണ്, നമ്മൾ കാണാത്ത എന്തോ ഒരു സാധനം അല്ലെങ്കിൽ ആരും, സംവൺ സംതിങ് എന്ന് പറഞ്ഞത് പോലെ തന്നെ നമ്മൾ അത് തിരയാണ്. ഫോർ എക്സാമ്പിൾ, വാച്ച് കാണാനില്ലാതാകുമ്പോൾ വാച്ച് തിരയും, ഒരു കീ കാണുന്നില്ലെങ്കിൽ അത് തിരയും അല്ലെ. ഈ തിരയുക അല്ലെങ്കിൽ ഒരാൾ അന്വേഷിക്കുക, ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ലുക്ക് ഫോർ എന്ന് യൂസ് ചെയ്യുന്നത്. ഒരുപാട് സെന്റൻസുകൾ നമുക്ക് മലയാളത്തില് ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അതുപോലെ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ. ഓക്കെ, അവൾ നായയെ നോക്കുകയാണ്. അവൾ നായയെ നോക്കുകയാണെന്ന് പറയാറുണ്ടല്ലോ. അതായത് നമ്മൾ മുന്നിൽ ഒരു നായയെ കാണുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൾ നായയെ നോക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്, അതായത് ഓൺ ദി സ്പോട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഷി ഈസ് ലുക്കിംഗ് അറ്റ്. ഈ ലുക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഒരു അറ്റോ ഫോറോ അവിടെ മസ്റ്റ് ആയിരിക്കും. നേരിട്ട് നൗൺ അവിടെ വരാറില്ല. ഓക്കെ, അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ഷി ഈസ് ലുക്കിംഗ് at the dog. She is looking at the dog. അവൾ നായയെ നോക്കുകയാണ്. അതേസമയം അവൾ നായയെ തിരയുകയാണെന്ന് പറയുകയാണെങ്കിലും, അതായത് അവൾക്കൊരു നായയുണ്ട്, അതിനെ കാണാനില്ല, അപ്പോ അവൾ ആ നായയെ തിരയുകയാണ് അല്ലെങ്കിൽ അന്വേഷിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയണം? She is looking for the dog എന്ന് പറയണം. വ്യത്യാസം മനസ്സിലായല്ലോ? നമ്മളൊരു ഫോട്ടോ കാണിച്ചിട്ട് പറയാണ്, ഈ ഫോട്ടോ നോക്കൂ, ഈ ഫോട്ടോ നോക്കൂ, ലുക്ക് അറ്റ് ദിസ് ഫോട്ടോ അല്ലെ. ലുക്ക് അറ്റ് ദിസ് ഫോട്ടോ സാധാരണ നമ്മൾ കാണിച്ചുകൊണ്ടാണ് നോക്കൂ എന്ന് പറയുന്നത്. ഇനി എന്റെ ഫോട്ടോ തിരയൂ എന്ന് പറയുകയാണെങ്കിലോ, എന്റെ ഫോട്ടോ കാണുന്നതിന്റെ ഫോട്ടോ തിരയൂ എന്ന് പറയാറുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ എന്ത് പറയണം? ലുക്ക് ഫോർ മൈ ഫോട്ടോ എന്ന് പറയണം. അപ്പോ ഈ ഫോട്ടോ നോക്കൂ എന്ന് പറയുകയാണെങ്കിൽ ലുക്ക് അറ്റ് ദിസ് ഫോട്ടോ എന്ന് പറയണം. എന്റെ ഫോട്ടോ നോക്കൂ അല്ലെങ്കിൽ എന്റെ ഫോട്ടോ തിരയൂ എന്ന് പറയുകയാണെങ്കിൽ ലുക്ക് ഫോർ മൈ ഫോട്ടോ. ഓക്കെ, ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന വേറെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ എന്റെ ഫോൺ നോക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം ലുക്കിംഗ് അറ്റ് മൈ ഫോൺ. എന്നാൽ ഞാൻ എന്റെ ഫോൺ തിരയുകയാണ്. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഫോൺ കാണുന്നില്ല, ഞാൻ എന്റെ ഫോൺ അന്വേഷിക്കുകയാണ്, തിരയാണ് എന്ന് പറയുകയാണെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ മൈ ഫോൺ. ഐ എം ലുക്കിംഗ് ഫോർ മൈ ഫോൺ. അവർ വീട് നോക്കുകയാണ്. അവർ വീട് ഇങ്ങനെ നോക്കുകയാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ആ വീട് ഇങ്ങനെ നല്ല ഭംഗി കണ്ടിട്ടോ അല്ലെങ്കിൽ ആ വീടിന്റെ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടിട്ട് ആ വീട് നോക്കുകയാണ്. അവർ വീട് നോക്കുകയാണ്. ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ഹൗസ്. ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ഹൗസ്. അവർ ഒരു വീട് അന്വേഷിക്കുകയാണെന്ന് പറയാറുണ്ടല്ലോ. അവർ ഒരു വീട് അന്വേഷിക്കുകയാണ്. ദേ ആർ ലുക്കിംഗ് ഫോർ എ ഹൗസ് അല്ലേ. ദേ ആർ ലുക്കിംഗ് ഫോർ എ ഹൗസ്. അപ്പം ഇത്രയും കാര്യം പറഞ്ഞ സമയത്തിന് നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഇതിൽ വേറെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ക്ലോക്ക് നോക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ബോർഡിലേക്ക് നോക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഐ എം ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക് അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് അറ്റ് ദ ബോർഡ്. ഞാനൊരു മാപ്പ് നോക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നോക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ നോക്കുകയാണ്. ഐ എം ലുക്കിംഗ് അറ്റ് ദ മാപ്പ്. ഐ എം ലുക്കിംഗ് അറ്റ് ദ മാപ്പ്. ഞാൻ മാപ്പ് നോക്കുകയാണ്. ഓക്കെ, അവൻ പക്ഷികളെ നോക്കുകയാണ് അല്ലേ. അവൻ പക്ഷികളെ നോക്കുകയാണ്. ഹി ഈസ് ലുക്കിംഗ് അറ്റ് ദ ബേർഡ്സ്. ഹി ഈസ് ലുക്കിംഗ് അറ്റ് ദ ബേർഡ്സ്. അവൻ പക്ഷികളെ നോക്കുകയാണ്. അവർ പുതിയ കാറ് നോക്കുകയാണ്. അവർ പുതിയ കാറ് നോക്കുകയാണ്. ഇതും രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ന്യൂ കാർ എന്ന് പറയാം. ഇനി പുതിയ കാർ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് പറയണം? ദേ ആർ ലുക്കിംഗ് ഫോർ ദ ന്യൂ കാർ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് പറയാം കേട്ടോ. ഞാൻ എന്റെ താക്കോൽ തിരയുകയാണ്. ഞാൻ എന്റെ താക്കോല് തിരയുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ മൈ കീ.
ഐ എം ലുക്കിംഗ് ഫോർ മൈ കീ. ഞങ്ങൾ ഒരു ഹോട്ടൽ അന്വേഷിക്കുകയാണ്. അപ്പൊ നമ്മൾ അറിയാത്ത എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ വെള്ളം കുടിക്കണം. അപ്പം ഞങ്ങൾ ഹോട്ടൽ അന്വേഷിക്കുകയാണ്. വി ആർ ലുക്കിംഗ് ഫോർ എ ഹോട്ടൽ. വി ആർ ലുക്കിംഗ് ഫോർ എ ഹോട്ടൽ. ഞങ്ങളൊരു ഹോട്ടൽ അന്വേഷിക്കുകയാണ്. അവൾ ഫോൺ അന്വേഷിക്കുകയാണ്. ഷീ ഈസ് ലുക്കിംഗ് ഫോർ ഹെർ ഫോൺ. അവർ ജോലി അന്വേഷിക്കുകയാണെന്ന് പറയാറുണ്ടല്ലോ. എല്ലാ കാര്യത്തിനും നമുക്ക് ലുക്കിംഗ് ഫോറിനെ യൂസ് ചെയ്യാം കേട്ടോ. അന്വേഷിക്കുക, തിരയുക എന്നുള്ളതിന്. ദേ ആർ ലുക്കിംഗ് ഫോർ എ ജോബ്. ദേ ആർ ലുക്കിംഗ് ഫോർ എ ജോബ്. അവൻ അവന്റെ ബാഗ് തിരയുകയാണ്. അവൻ അവന്റെ ബാഗ് തിരയുകയാണ്. ഹി ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് ബാഗ്. ഹി ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് ബാഗ്. ക്ലിയർ ആയല്ലോ. ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിട്ട്, അവൾ കുട്ടിയെ നോക്കുകയാണ്. ഷി ഈസ് ലുക്കിംഗ് അറ്റ് ദ ചൈൽഡ്. അല്ലേ? ഇനി അവൾ കുട്ടിയെ അന്വേഷിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഷി ഈസ് ലുക്കിംഗ് ഫോർ ദ ചൈൽഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു കാര്യം പറയാണ്. ഇപ്പം ഒരാൾ മീൻ മുറിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പ്രവൃത്തി. അപ്പൊ ഈ ഒരു കാര്യം ലുക്കിംഗ് അറ്റും ലുക്കിംഗ് ഫോറും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരാളൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. വാച്ച് എന്ന് യൂസ് ചെയ്യണം, അല്ലെ? അപ്പൊ ഇവിടെ ഞാനൊരു സെന്റൻസ് പറയാണ്. അവൾ മീൻ മുറിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ? അവൾ മീൻ മുറിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് അവൾ ഒരു പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ നമ്മൾ എന്താണ് പറയേണ്ടത്? ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ എം വാച്ചിങ് എന്നാണ് പറയേണ്ടത് കേട്ടോ. ഐ എം വാച്ചിങ് ഹെർ കട്ട് ഫിഷ്. ഐ എം വാച്ചിങ് ഹെർ കട്ട് ഫിഷ്. ഇവിടെ ലുക്ക് അറ്റോ ലുക്ക് ഫോറോ അല്ല യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതും കൺഫ്യൂഷൻ വരുത്തുന്നതാണ്. ഐ എം വാച്ചിങ് ഹെർ കട്ട് ഫിഷ്. അവൾ മീൻ മുറിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അടുക്കളയിലെ മീനിനെ നോക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ആ മീന് അടുക്കളയിലൂടെ വെച്ചാണ്. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ആ മീൻ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അടുക്കളയിലെ മീനിനെ നോക്കുകയാണ്. ഇപ്പൊ പൂച്ച കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകുന്നതൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലുക്ക് അറ്റ് യൂസ് ചെയ്യാം. ഐ എം ലുക്കിംഗ് അറ്റ് ദ ഫിഷ് ഇൻ ദ കിച്ചൺ. ഐ എം ലുക്കിംഗ് അറ്റ് ദ ഫിഷ് ഇൻ ദ കിച്ചൺ. അപ്പൊ നമ്മൾ എന്താണ്? ആ മീനിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഞാൻ അക്വേറിയത്തിലെ മീനിനെ നോക്കുകയാണ്. ഈ അക്വേറിയത്തിലെ മീൻ എന്താ ചെയ്യുക? അതിങ്ങനെ ഇളകി കളിക്കും. അപ്പൊ അതിന്റെ ആ ഒരു കൗതുകം കണ്ടിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇവിടെയും നമുക്ക് ലുക്ക് അറ്റ് യൂസ് ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഏറ്റവും നല്ലത് ആ ഒരു കൗതുകം കണ്ടിരിക്കുന്നതിനെ കൊണ്ട് ഐ എം വാച്ചിങ് ദ ഫിഷ് ഇൻ ദ അക്വേറിയം. ഐ എം വാച്ചിങ് ദ ഫിഷ് ഇൻ ദ അക്വേറിയം. ഇവിടെ വാച്ചിങ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഐ എം ലുക്കിംഗ് അറ്റ് ദ ഫിഷ് ഇൻ ദ അക്വേറിയം എന്ന് പറഞ്ഞാലും തെറ്റല്ല. പക്ഷേ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആ കൗതുകം കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വാച്ച് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ഞാൻ നോക്കുകയാണ് എന്ന് പറയുകയാണെങ്കിലോ, അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ഞാൻ നോക്കുകയാണ്. ഐ എം ലുക്കിംഗ് അറ്റ് മൈ മദർ കുക്കിംഗ് ഇൻ ദ കിച്ചൺ. അടുപ്പിൽ ഭക്ഷണം നോക്കുകയാണെങ്കിലോ അത് നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ ചോറ് വെന്തോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അല്ലെങ്കിൽ കറി തിളച്ചു പോകുന്നുണ്ടോ ഇത് നമ്മൾ നോക്കണം. ഞാൻ അടുപ്പിലെ ഭക്ഷണം നോക്കുകയാണ്. ഇവിടെയും നമുക്ക് ലുക്ക് അറ്റ് യൂസ് ചെയ്യാം. തിരയില്ലല്ലോ. ഐ എം ലുക്കിംഗ് അറ്റ് ദ ഫുഡ് ഓൺ ദ സ്റ്റൗ. ഐ എം ലുക്കിംഗ് അറ്റ് ദ ഫുഡ് ഓൺ ദ സ്റ്റൗ. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. വാച്ച് എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ ലുക്ക് അറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, ലുക്ക് ഫോർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായി, അല്ലേ? ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഞാൻ അടുക്കളയിൽ കത്തി തിരയുകയാണ്. ഞാൻ അടുക്കളയിൽ കത്തി തിരയുകയാണ് എന്നെങ്ങനെ പറയും? ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ മേശപ്പുറത്തെ പച്ചക്കറികൾ നോക്കുകയാണ്. ഞാൻ മേശപ്പുറത്തെ പച്ചക്കറികൾ നോക്കുകയാണ്. ഈ പച്ചക്കറികൾ വേറൊന്നും ചെയ്യുന്നില്ല, അതവിടെ നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യും, എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ 2 ക്വസ്റ്റ്യൻ തന്നല്ലോ. ഞാൻ മീനുകൾ നീന്തുന്നത് നോക്കുകയാണ്. ഞാൻ മീനുകൾ നീന്തുന്നത് നോക്കുകയാണ്. പുഴയിലാകാം, അക്വേറിയത്തിലാകാം, കിണറിലാകാം. ഓക്കെ, അപ്പൊ ഞാൻ മീനുകൾ നീന്തുന്നത് നോക്കുകയാണ്. അപ്പൊ ഇത് മൂന്ന് സിറ്റുവേഷൻ ആണ്. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ തെറ്റാതെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആണ്, വളരെ യൂസ്ഫുൾ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.